കോൺഗ്രസിലെ വലിയൊരു കക്ഷിയായി നിന്നിരുന്ന കേരള കോൺഗ്രസ് മാണി വിഭാഗം LDF-നോടൊപ്പം പോകുന്നു. നിലവിലിപ്പോൾ LDF-ലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കക്ഷിയായി നിലകൊള്ളുന്നു മാണി വിഭാഗം. പക്ഷേ ഈ മാണി വിഭാഗത്തിലെ തോമസ് ചാഴിക്കാടൻ എന്ന നേതാവിനെ പാലയിൽ വെച്ച് നടന്ന നവകേരള സദസ്സിൽ മുഖ്യമന്ത്രി വിമർശിക്കുന്നു. പാലയിലെ റബ്ബർ കർഷകർ നേരിടുന്ന റബ്ബറിന്റെ താങ്ങുവിലയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളടക്കം നിരവധി പ്രശ്നങ്ങൾ സ്വാഗത പ്രസംഗത്തിലൂടെ തോമസ് ചാഴിക്കാടൻ ഉന്നയിച്ചപ്പോൾ അതിനെ മുഖ്യമന്ത്രി വിമർശിക്കുകയാണ് ചെയ്തത്. ഈ നവകേരള സദസ്സിന്റെ ഉദ്ദേശം എന്താണെന്ന് നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇവിടെ സ്വാഗത പ്രസംഗം നടത്തിയ ചാഴിക്കാടൻ മാത്രം അതിനെപ്പറ്റി യാതൊരു ധാരണയും ഇല്ല എന്ന തരത്തിലേക്കൊക്കെ അദ്ദേഹത്തെ ആക്ഷേപിക്കുകയും ചെയ്തു. വളരെ ദയനീയമായ രീതിയിൽ, വളരെ രൂക്ഷമായ രീതിയിലായിരുന്നു നവകേരള സദസ്സിൽ വെച്ച് മുഖ്യമന്ത്രി ചാഴിക്കാടനെ ആക്ഷേപിച്ചത് അല്ലെങ്കിൽ വിമർശിച്ചത്. ചാഴിക്കാടനെ അങ്ങനെ വിമർശിക്കേണ്ടായിരുന്നു എന്നുള്ള വാദങ്ങളൊന്നും CPM-ൽ ഉയരുന്നില്ല. അതൊരു വലിയൊരു വിഷയമായി CPM അത് എടുക്കുന്നുമില്ല. മാണി ഗ്രൂപ്പ് കോൺഗ്രസിനോടൊപ്പം നിന്നപ്പോൾ വളരെ പ്രബലമായ ഒരു ശക്തിയായിരുന്നു. മാണി ഗ്രൂപ്പ് കോൺഗ്രസിനോടൊപ്പം നിന്നപ്പോൾ വലിയൊരു കക്ഷിയായിരുന്നു. പക്ഷെ നിലവിൽ LDF-ൽ അവർക്ക് വേണ്ട രീതിയിലുള്ള പരിഗണന ലഭിക്കുന്നുണ്ടോ എന്ന് ചർച്ച ചെയ്യപ്പെടേണ്ടിയിരിക്കുന്നു. LDF-ൽ കൃത്യമായ ഇടം മാണി വിഭാഗത്തിന്, കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് ലഭിക്കുന്നുണ്ടോ എന്ന സംശയം ഉടലെടുക്കുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. മാണി വിഭാഗത്തിന്റെ നേതാവിനെ മുഖ്യമന്ത്രി വേദിയിൽ വെച്ച് രൂക്ഷമായി പരാമർശിച്ചിട്ടും അത് CPM വലിയൊരു വിഷയമായിട്ട് പോലും എടുത്തിട്ടില്ല. അതിനെ മുഖവരിക്ക് പോലും എടുക്കാതെ തള്ളിക്കളയുകയാണ് ചെയ്തത്. ഇതിൽ മാണി വിഭാഗത്തിലുള്ള, അതായത് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിലുള്ള നേതാക്കന്മാർക്ക് വലിയ അമർഷമുണ്ട്. പക്ഷെ അമർഷം അവർ കൃത്യമായി രേഖപ്പെടുത്തുന്നില്ല, അറിയിക്കുന്നില്ല എന്നതും ദയനീയമായ ഒരു കാര്യമാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്, അല്ലെങ്കിൽ LDF-ന്റെ ഇടതുപക്ഷത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായ പിണറായി വിജയനാണ് ഒരു പൊതുവേദിയിൽ ജനങ്ങൾ കാണുക പാലയിൽ വെച്ച് നടന്ന നവകേരള സദസ്സിൽ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന്റെ നേതാവായ തോമസ് ചാഴിക്കാടനെ അവഹേളിച്ചത്, ആക്ഷേപിച്ചത്, വിമർശിച്ചത്. പക്ഷേ ആ വിഷയം ഒന്ന് ചർച്ചയ്ക്കെടുക്കണം, അതിനെ ഒരു മുഖവരയ്ക്ക് എടുക്കണം, അദ്ദേഹത്തെ അനുനയിപ്പിക്കണം എന്നൊക്കെ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് CPM പ്രവർത്തകർ മുഖ്യമന്ത്രിയെ കണ്ടപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞത് അതൊന്നും വലിയ വിഷയമായി എടുക്കേണ്ട കാര്യമില്ല, അതിനെ മുഖവരയ്ക്ക് എടുക്കേണ്ട കാര്യമില്ല, അത് അങ്ങനെ തള്ളിക്കളയണം എന്ന തരത്തിലേക്കുള്ള പരാമർശമാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയത്. എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി ഇത്തരത്തിൽ ഒന്നും ശബ്ദിക്കാതിരിക്കുന്നത്? എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി ചാഴിക്കാടനെ വിമർശിച്ചതിൽ തെറ്റേറ്റു പറയുകയോ അല്ലെങ്കിൽ അത് മുഖവരയ്ക്കെടുക്കുകയോ ചർച്ചയ്ക്ക് വിധേയമാക്കുകയോ ചെയ്യാതിരിക്കുന്നത്? വ്യക്തമാണ്. നവകേരള സദസ്സിൽ അല്ലെങ്കിൽ ഒരു പൊതുവേദിയിൽ വെച്ച് സ്വന്തം പാർട്ടിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായ ചാഴിക്കാടനെ മുഖ്യമന്ത്രി വിമർശിച്ചപ്പോൾ അതിനെതിരെ ഒരു അക്ഷരം പോലും മിണ്ടാതെ, അതിനെതിരെ ഒരു ചെറുവിരൽ പോലും അനക്കാതെ മുഖ്യമന്ത്രി ചാഴിക്കാടന്റെ പ്രസംഗം നിർത്താൻ ആവശ്യപ്പെട്ടപ്പോൾ അത് അക്ഷരം പ്രതി അനുസരിച്ച് പോവുകയായിരുന്നു ജോസ് കെ മാണി. അവിടെ ചെന്ന് ചാഴിക്കാടനോട് നിർത്തണമെന്ന് പറയുന്നു. അങ്ങനെ ചാഴിക്കാടനെ പറഞ്ഞു നിർത്തിയതല്ലാതെ മുഖ്യമന്ത്രി പറഞ്ഞതിനെതിരെ ഒരക്ഷരം പോലും മിണ്ടാതെ, ഒരു വാക്കുപോലും ഉരിയാടാതെ മുഖ്യമന്ത്രി പറഞ്ഞത് അങ്ങനെ വെള്ളം തൊടാതെ വിഴുങ്ങി നിശബ്ദനായിരിക്കുകയായിരുന്നു ജോസ് കെ മാണി. അത് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിലെ മറ്റു നേതാക്കന്മാരിലും അണികളിലുമൊക്കെ വലിയ അമർഷം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ മുഖ്യമന്ത്രിയെ തടയുകയോ മുഖ്യമന്ത്രി പറഞ്ഞതിൽ തിരുത്തൽ ആവശ്യമുണ്ടെന്നോ ഒന്നും പറയാതെ നിലവിൽ കേരള കോൺഗ്രസ് LDF ഇട്ട് പോയാൽ അത് വലിയ ദയനീയമായ അവസ്ഥയിലേക്ക് പോകുമെന്ന കാര്യം ധരിപ്പിക്കാനാണ് ജോസ് കെ മാണി അടക്കമുള്ള കേരള കോൺഗ്രസിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ ശ്രമിക്കുന്നത്. അപ്പോൾ കേരള കോൺഗ്രസിന് LDF-ൽ ഒരു വിലയുമില്ലേ? അപ്പോൾ അവിടെ ഉയർന്ന ചോദ്യം, തങ്ങളുടെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം LDF-ൽ കേരള കോൺഗ്രസിന് ഇല്ലേ? ഒരു കാലഘട്ടത്തിൽ കോൺഗ്രസിനെ കിടുകിടാ വിറപ്പിച്ച് കോൺഗ്രസിന്റെ തീരുമാനങ്ങളിൽ വ്യക്തമായ പങ്കുവഹിച്ചിരുന്ന മാണി വിഭാഗം കേരള കോൺഗ്രസ് M-ന് LDF-ൽ യാതൊരു വിലയും ഇല്ലേ എന്ന പ്രസക്തമായ ഒരു ചോദ്യം അവിടെ ഉയരുന്നു. ഇത് കോൺഗ്രസിനെ സംബന്ധിച്ച ഒരു സുവർണ അവസരമാണ്. രാഷ്ട്രീയപരമായി ചിന്തിച്ചെടുക്കേണ്ട തീരുമാനത്തിൽ എടുത്തൊരു തീരുമാനത്തിന്റെ പുറത്ത് മാണി വിഭാഗം കോൺഗ്രസ് വിട്ടു പോയപ്പോൾ അത് മധ്യ കേരളത്തിലടക്കം കോൺഗ്രസിനുണ്ടാക്കിയ തിരിച്ചടി ചെറുതൊന്നുമല്ല. വലിയ രീതിയിൽ അത് കോൺഗ്രസിനെ ദുർബലപ്പെടുത്തിയിട്ടുണ്ട്. ആ ദുർബലത പരിഹരിക്കുവാൻ പറ്റിയൊരു അവസരമാണ് ഇപ്പോൾ LDF-ലും മാണി വിഭാഗത്തിലും ഉണ്ടായ വിള്ളൽ. ആ വിള്ളൽ കൃത്യമായി ഉപയോഗപ്പെടുത്താൻ കോൺഗ്രസ് തീരുമാനിക്കും, അതിനുവേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന് LDF-ന് അറിയാവുന്നത് കൊണ്ട് അതിനെ തടയിടുവാനുള്ള ചില നീക്കങ്ങൾ LDF-ൽ ആരംഭിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി ഈ പ്രശ്നത്തെ പരിഹരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് മറ്റൊരു വഴിയിലൂടെയാണ്. പാലയിലെ റബ്ബർ കർഷകരെ വിളിച്ചിരുത്തി മുഖ്യമന്ത്രി നേരിട്ട് സംസാരിച്ച് പ്രശ്നം പരിഹരിക്കുക, ആ പ്രശ്നത്തിലൊരു പരിഹാരം ഉണ്ടാക്കുക, അതിലൂടെ മാണി വിഭാഗത്തെ അടക്കുക എന്ന തരത്തിലേക്കുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട് മാണി വിഭാഗത്തിലെ ചാഴിക്കാടനെ പറഞ്ഞത് LDF-നും അതുപോലെ തന്നെ മാണി വിഭാഗത്തിലും ഒക്കെ വലിയ വിള്ളലുണ്ടാക്കുന്നതിന്റെ പ്രധാനപ്പെട്ട ഘടകമായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
വ്യക്തമാണ്. ചാഴിക്കാടനെ കോട്ടയത്തേക്ക് മത്സരിപ്പിക്കാനാണ് കേരള കോൺഗ്രസ് എമ്മിന്റെ തീരുമാനം. അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവാണ് തോമസ് ചാഴിക്കാടൻ. തോമസ് ചാഴിക്കാടനെ മുഖ്യമന്ത്രി അത്തരത്തിൽ വിമർശിച്ചത് ശരിയായില്ല. അത് LDFും കേരള കോൺഗ്രസ് മാണി വിഭാഗവും തമ്മിലൊരു വിള്ളൽ ഉണ്ടാക്കുമെന്നത് തീർച്ചയാണ്. ജോസ് കെ മാണി ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിയെ വിമർശിക്കാതിരുന്നത്, തടയാതിരുന്നത് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിലെ ചില നേതാക്കന്മാർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്. അത് വലിയ അമർഷമായിട്ടുണ്ട്. അവരത് രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. കേരള കോൺഗ്രസിലെ പ്രധാനപ്പെട്ട നേതാവായ PM മാത്യു ഈ വിഷയത്തിൽ കൃത്യമായ നിലപാട് അറിയിച്ചു. അവിടെ ജോസ് കെ മാണി മുഖ്യമന്ത്രിയെ തടയാതിരുന്നത് തെറ്റായിപ്പോയി, തിരുത്താതിരുന്നത് തെറ്റായിപ്പോയി എന്ന് തന്നെ അദ്ദേഹം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. മുഖ്യമന്ത്രി എന്തു പറഞ്ഞാലും അത് പഞ്ചപുച്ഛമടക്കി അനുസരിക്കേണ്ട തരത്തിലേക്ക് കേരള കോൺഗ്രസ് മാണി വിഭാഗം അധപ്പതിച്ചു പോയി എന്ന തരത്തിലേക്ക് വ്യാഖ്യാനിക്കാൻ കഴിയുന്ന ചില സംഭവ വികാസങ്ങളാണ് കഴിഞ്ഞ ദിവസം പാറയിൽ വെച്ച് നടന്നത്. കേരള കോൺഗ്രസിലെ പ്രധാനപ്പെട്ട നേതാവായ തോമസ് ചാഴിക്കാടനെതിരെ മുഖ്യമന്ത്രി നവകേരള സദസ്സിന്റെ പൊതുവേദിയിൽ വെച്ച് വിമർശിച്ചത് ശരിയായില്ല, തെറ്റാണ്. ആ തെറ്റ് പരിഹരിക്കുവാൻ ജോസ് കെ മാണി എന്ന നേതാവിന് സാധിച്ചില്ല. അത് കേരള കോൺഗ്രസിൽ വലിയ വിള്ളലുണ്ടാക്കിയിട്ടുണ്ട്. ഈ വിള്ളലിനെ കോൺഗ്രസ് ഉപയോഗപ്പെടുത്തുവാനുള്ള സാധ്യതകളേറെയാണ്. അത്തരത്തിൽ കോൺഗ്രസ് മാണി വിഭാഗത്തെ തങ്ങളിലേക്ക് അടുപ്പിച്ചാൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ ബലം വർദ്ധിക്കും. അത് LDFിന്റെ നിലവിലത്തെ സാഹചര്യം അനുസരിച്ച് ഒരു ജനവിരുദ്ധ നയം സർക്കാരിനെതിരെ ഉള്ളതുകൊണ്ടും അങ്ങനെ ജോസ് കെ വിഭാഗം കൂടി പോയി കഴിഞ്ഞാൽ അത് LDFന് വലിയ ദോഷമാകും എന്നതൊക്കെ വ്യക്തമാണ്. ഇവിടെ ഇനി വരും ദിവസങ്ങളിൽ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൽ ഉണ്ടാകാൻ പോകുന്ന ചർച്ചകൾ ഏതൊക്കെ തരത്തിലാണ്, അവർ LDF വിടുമോ, UDFിനോടൊപ്പം ചേരുമോ എന്നുള്ളതൊക്കെ ഇനി രാഷ്ട്രീയ കേരളത്തിൽ നടക്കാൻ പോകുന്ന പുതിയ കരുനീക്കങ്ങളാണ്.